കുറച്ചു മുന്നേ കായിക ലോകത്തൊരു ചർച്ചാ വിഷയമായിരുന്നു മെസ്സി കേരളത്തിൽ വരുന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇപ്പൊ നമുക്ക് വേണ്ടത് അതാണോ? ഇപ്പൊ നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്? മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്നതാണോ? ഒരിക്കലും അല്ല. നമുക്കിപ്പം വേണ്ടത് മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, അവിടെയുള്ള മനുഷ്യർ, പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരിന്ന് എന്താ പറയുക, തല ചായ്ക്കാൻ ഇടയില്ലാതെ മാസവാടക കൊടുക്കാതെ പെരുവയിലാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഓക്കെ. നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്നാലും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ശരി, ആ പാവം വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടല്ല മെസ്സിക്കും അർജന്റീനക്കും കേരളത്തിൽ ഇത്ര ഫാൻസ് ഉണ്ടായിട്ടുള്ളത്. കപ്പടിക്കാഞ്ഞിട്ടും മെസ്സിന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. അതല്ല ഇവിടെ വിഷയം. 700 കോടിയോളം വയനാട്ടിലെ ജനങ്ങളെ പേരിൽ പിരിച്ച് പാവങ്ങൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരാണ്. ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് വാടക കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് പെട്രോൾ എടുത്തിട്ട് തീ കൊടുക്കുന്ന പാവങ്ങൾ നടുറോട്ടിൽ ഇറങ്ങിയിരിക്കാണ്. ഞാൻ പെട്രോൾ അയച്ച് തീ കൊളുത്തു. ഞാൻ ദുരന്തബാധിത ഒരാളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഈ 9,000 കെട്ടി ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ആരോട് പറയാന്? സർക്കാർ കാണുന്നില്ലേ? ഇനി കാണാത്ത സർക്കാരിനെ ബോധ്യപ്പെടുത്ത പ്രതിപക്ഷല്ലേ? എന്താണ് നമ്മുടെ നാട്? അത് ആ പാവം വയനാട്ടുകാരങ്ങൾ കാണാതെ പോകരുത്. ഉദ്യോഗസ്ഥന്മാരെ വീഴ്ചയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയിട്ട് ഈ പാവങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. വാടകയും കേറിയിട്ടില്ല, പണിക്ക് പോണില്ല, ഒന്നില്ല, ഇരിക്ക ബുദ്ധിമുട്ടല്ലേ. സർക്കാർ എന്തിനാണ് 2 തട്ടിലേക്ക് ആക്കുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു വെക്കുന്നത് ഏത് രാജ്യത്തെ ഇത് നടക്കുന്നത്? നടക്കുമോ? അപ്പൊ ഇതേപോലെ പാവങ്ങളെ ചൂഷണം ചെയ്യണം. ഇതേപോലെ എല്ലാം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ട ഈ വയനാട്ടിലെ ജനങ്ങളോട് നമുക്ക് നിൽക്കണ്ടേ? നിന്നേ പറ്റൂ. അവർക്ക് നീതി കിട്ടണം. അവർക്ക് അർഹതപ്പെട്ടത് സർക്കാർ കൊടുത്തിരിക്കണം. അത് ഏത് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായാലും അവരെ മാറ്റി നിർത്തിയിട്ട് നീതി പുലർത്തണം അവർക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷവും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇതിൽ രാഷ്ട്രീയമൊന്നും ആരും കണക്കാക്കണ്ട. കാരണം സാധാരണക്കാരായ മനുഷ്യരാണ്. 700 കോടിന്റെ മേലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട്, 1 വർഷം കഴിഞ്ഞില്ലേ ഈ ദുരന്തം നടന്നിട്ട്, ഇന്നേ വരെ അവർക്ക് എന്താ പറയാ 400 കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടു. ഉറ്റവരും വീട് നഷ്ടപ്പെട്ടവരും എല്ലാവരും 400 കുടുംബങ്ങളാണെന്നാ പറയുന്നത്. ഈ 400 കുടുംബത്തിന് ഏകദേശം 700 കോടിന്റെ മേലെ പിരിച്ചിട്ടില്ലേ? സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലേ പോയത്? അന്ന് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും കൊടുക്കരുത്, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്ന് അഖിൽമാരാർ പറഞ്ഞപ്പം അവനെയൊക്കെ വിമർശിച്ച ആൾക്കാരാണ് പലരും. പക്ഷെ ഇന്ന് നടക്കുന്ന എന്താ? ഈ പാവപ്പെട്ടവർക്ക് ഇന്ന് പൈസക്ക് വേണ്ടി ഇരക്കേണ്ട അവസ്ഥയിലാണ്. അവർക്ക് ഒന്നും കൊടുക്കുന്നില്ല സർക്കാർ. ഈ സർക്കാർ എന്ത് ഭാവിച്ചിട്ടാണ്? ഇപ്പൊ 6 മാസം കഴിഞ്ഞാൽ, 7 മാസം കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നല്ലേ? ഇത് പ്രതിപക്ഷം ബോധ്യപ്പെടുത്തി കൊടുക്കണം. പാവങ്ങൾക്ക് കൊടുക്കണ്ടേ? ഈ 700 കോടി ഇല്ലേ ഇപ്പൊ സർക്കാരിന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാനല്ലല്ലോ പറയുന്നത്. 700 കോടി പിരിച്ചെടുത്ത പൈസ അല്ലേ?